ഹരി ഓം. ഇന്നത്തെ ഭാഗവത പഠന ക്ലാസ്സിലേക്ക്, കൃഷ്ണമന്റെ ഭാഗവത പഠന ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ക്ലാസ് എടുക്കുന്നത് നമ്മുടെ ആചാര്യൻ വിശ്വനാഥൻ നമ്പൂതിരി സാറാണ്. സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സ്വാഗതം. ഹരി ഓം സർ. യന്ത്രം വൈവായനോ വിരഹകാതരയാജുഭാവ പുത്രേതി തന്മയതയാതരവോ വിനേതുഃഖം ഹൃദയം. മാതൃകീയരായ എല്ലാ പഠിതാക്കൾക്കും മിതമായ പ്രണാമം. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 9-ാം അധ്യായം 21-ാമത്തെ ശ്ലോകം എന്നെടുക്കും. തൃതീയ സ്കന്ധം അധ്യായം 9 ശ്ലോകം 21. എന്ന അഭിപത്മഭവനാദഹമാഫമീഡ്യ ലോകത്രയോപകരണോ യദനുഗ്രഹേണ തസ്മൈ നമസ്ത ഉദരസ്ഥഭവായ യോഗനിദ്രാവസാന വികസൻ നളിനക്ഷണായാം. യത് നാഭിപത്മഭവനാത് അഹം ആഫം ഈഡ്യ. ഈഡ്യ എന്നുള്ള സംബോധനയാണ്. സ്തുതിക്കപ്പെടാൻ യോഗ്യനായവനെ. അഗ്നിമീഡേ പുരോഹിതം എന്നൊക്കെ ഉള്ള ഋഗ്വേദത്തിൽ ഈഡ എന്ന വാക്കിനർത്ഥം സ്തുതിക്കുക. ഈഡ്യ എന്ന് പറയുമ്പോൾ സ്തുതിക്കാൻ യോഗ്യനായവൻ, സ്തുതിക്കപ്പെടേണ്ടവൻ, അത് സംബോധനയാണ്. ഹേ ഈഡ്യ, ഹേ സ്തുത്യ, സ്തുതിക്കപ്പെടേണ്ടവനായ ഭഗവൻ. ഇത് യാതൊരു ഭഗവാന്റെ നാഭിപത്മഭവനാത്, നാഭിപത്മമാകുന്ന ഭവനത്തിൽ നിന്നും അഹം ആഫം, ഞാൻ ഉണ്ടായി. ആഫം എന്ന് വെച്ചാൽ ഉണ്ടായി. അഹം ആഫം, ഞാൻ ഉണ്ടായി. എല്ലാവരാലും സ്തുതിക്കപ്പെടാൻ യോഗ്യതയുള്ള യാതൊരു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ആ ഭഗവാന്റെ നാഭിയാകുന്ന വീട്ടിൽ, ഭവനത്തിൽ നിന്നും ഞാൻ ഉണ്ടായി വന്നത്. ഭഗവാന്റെ നാഭിയാകുന്ന ആ താമരയാണ് എൻ്റെ ഭവനം, എൻ്റെ വീട്. അതിൽ നിന്നാണ് ഞാൻ ഉയർന്നു പൊങ്ങി വരാൻ കാരണമായത്. ഇത് നാഭിപത്മഭവനാത് അഹം ആഫം ഈഡ്യ. എന്ന അഭിപത്മഭവനാദഹമാഫമീഡ്യ ലോകത്രയോപകരണോ യദനുഗ്രഹേണ. ലോകത്രയങ്ങൾക്ക്, 3 ലോകത്തിനും ഉപകരണമായി തീർന്നിരിക്കുന്ന, 3 ലോകങ്ങൾക്കും ഉപകരണം അനുഭവിക്കാനുള്ള ഇന്ദ്രിയങ്ങളാകുന്ന ഉപഭോഗ വസ്തുക്കൾ. ഇന്ദ്രിയങ്ങൾ കൂടിയാണ് ഉപഭോഗങ്ങളൊക്കെ അനുഭവിക്കുന്നത്. അതുകൊണ്ട് കരണം എന്ന വാക്കിന് ഇന്ദ്രിയം എന്നർത്ഥം. ഉപകരണം എന്ന് പറയുമ്പോൾ അത് അനുഭവിക്കാനുള്ള വസ്തുവായിട്ട് മാറും, ഉപകരണം. അപ്പൊ ലോകത്രയോപകരണോ യദനുഗ്രഹേണ, യാതൊരു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് 3 ലോകത്തിനും വേണ്ട ഉപകരണത്തോട് കൂടിയവനായ ഞാൻ, 3 ലോകത്തിലും വേണ്ട എല്ലാ സൃഷ്ടികൾ നിർവഹിക്കേണ്ടവൻ ഞാനാണ്. ഞാനെന്ന ഒരു ചട്ടുകം കൊണ്ടാണ് 3 ലോകത്തിലുള്ള സമസ്ത ജീവജാലങ്ങളെയും ഇളക്കി പാകപ്പെടുത്തി സൃഷ്ടിച്ചുകൊണ്ട്. അത് അല്ലാണ് ഭഗവാന്റെ അനുഗ്രഹമുണ്ട്, അല്ല എനിക്കൊന്നും പറ്റില്ല. തസ്മൈ, അവനായിക്കൊണ്ട്, നമ, അവനായിക്കൊണ്ട് ഞാനിതാ നമസ്കരിക്കുന്നു. യാതൊരു ഭഗവാന്റെ നമഃ ഉദരസ്ഥഭവായ, ഉദരത്തിൽ
ഇരുന്നു കൊണ്ട് ഭവിക്കുന്നവനായിക്കൊണ്ട് ഉദരസ്ഥഭവായ ഉദരത്തിലിരിക്കുന്ന ഈ പ്രപഞ്ചത്തോട് കൂടിയവനും. യാതൊരു ഭഗവാന്റെ ഉദരത്തിലാണോ ഈ പ്രപഞ്ചം മുഴുവനും സ്ഥിതി ചെയ്യുന്നത്? ഞാനല്ല, ഞാൻ സൃഷ്ടിക്കാൻ പോകുന്ന കോടിക്കണക്കിന് ഉപകരണങ്ങൾ ഈ ഭഗവാന്റെ നാഭിയിലുണ്ട്. അപ്പൊ എനിക്ക് പിന്നെ വളരെ എളുപ്പമാണ്. അതിനെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുവന്നാൽ മതി. ഞാനൊരു ഏജന്റ് പോലെ നടുക്കിരിക്കുന്നു മാത്രമേ ഉള്ളൂ, താമരയുടെ മുകളിൽ. താഴേന്ന് ഓരോന്നും എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരിക. അത്രേ ഉള്ളൂ. എൻ്റെ ജോലി എന്തെളുപ്പമാണ്. അല്ല, ഞാനൊന്നും ചെയ്യുന്നതല്ല. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഓരോന്നും എനിക്ക് കിട്ടി വരുന്നത്. ഉദരസ്ഥഭവായ യോഗനിദ്രാവസാന വികഫൻ നളിനേക്ഷമായ യോഗനിദ്രയുടെ അവസാനത്തില്, യോഗനിദ്ര പൂർണ്ണമാകുമ്പോൾ, ഒരു പരാർത്ഥകാലം കഴിയുമ്പോൾ യോഗനിദ്ര പൂർണ്ണമാകുന്ന ദ്വിപരാർത്ഥകാലം, 2 പരാർത്ഥകാലത്തിൽ ഒരു പരാർത്ഥം പകലും 1 രാത്രിയുമാണ്. അതിലെ ഒരു പരാർത്ഥകാലം കഴിയുമ്പോൾ യോഗനിദ്ര അവസാന വികസൻ നളിനേക്ഷണായ, അത് തീരുമ്പോൾ കണ്ണു തുറക്കും. നമ്മളും അങ്ങനെയാണ്. ഉറക്കം കഴിയുമ്പോൾ രാവിലെ എന്ത് ചെയ്യും? കണ്ണു തുറന്ന് എഴുന്നേൽക്കും. ഭഗവാനും അങ്ങനെയാണ്. എന്താണ്? ഒരു കൽപ്പം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? കണ്ണു തുറന്ന് ഉണർന്ന് എഴുന്നേറ്റു. നളിനേക്ഷണായ, ഭഗവാന്റെ കണ്ണ് താമര കണ്ണാണ്. അങ്ങനെ യോഗനിദ്രയുടെ അവസാനത്തിൽ വികസിച്ച താമരദളം പോലെയുള്ള കണ്ണുകളോട് കൂടിയവനായ, ഉദരത്തിലിരിക്കുന്ന പ്രപഞ്ചത്തോടു കൂടിയവനുമായ തസ്മൈ തേ നമഃ, അങ്ങയ്ക്കായിക്കൊണ്ട് ഞാനിതാ നമസ്കരിക്കുന്നു. തസ്മൈ നമഃ തേ. ഇവിടെ നമസ്ത എന്ന് പറഞ്ഞിരിക്കുന്നത് നമസ്തേ എന്ന അർത്ഥത്തിലാണ്. ഏകാരം ലോപിച്ചു പോയതാണ്. വായിക്കുമ്പോൾ നമസ്ത എന്ന് വായിച്ചാൽ മതി. അർത്ഥം മനസ്സിലാക്കുമ്പോൾ നമസ്തേ എന്ന് വായിക്കണം. തസ്മൈ നമസ്തേ, അവനായിക്കൊണ്ട് ഞാൻ നമസ്കരിക്കുന്നു. നമസ്തേ നമ്മൾ പറയാറുണ്ട്. നമഹത്തേ, അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം എന്നർത്ഥം. പക്ഷേ ഇവിടെ ഈ ഏകാരം, നമസ്തേ എന്നത്തെ ഏകാരം അപ്പുറത്തുകാരെ ഇരിക്കും, ലോപിച്ചു. അതുകൊണ്ട് കൂട്ടി വായിക്കുമ്പം നമസ്ത ഉദരസ്ഥഭവായ എന്ന് വായിച്ചാൽ മതി. അർത്ഥം മനസ്സിലാക്കുമ്പോൾ അങ്ങനെ പറ്റില്ല. അപ്പൊ യാതൊരു ഭഗവാന്റെ നാഭിയാകുന്ന താമരയിൽ നിന്നും ഞാനുണ്ടായോ, ലോകത്രയത്തിന് ഉപകരണമായിരിക്കുന്ന സമസ്ത പദാർത്ഥങ്ങളും യാതൊരു ഭഗവാന്റെ നാഭിയിലിരിക്കുന്നുവോ, ഉദരസ്ഥമാകുന്ന ആ സംസാര ജീവിതം യോഗനിദ്രയുടെ അവസാന സമയത്ത് കണ്ണുകൾ തുറന്ന് ഇതിനെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നവനായ അങ്ങേയ്ക്കായിക്കൊണ്ട് ഞാനിതാ നമസ്കരിക്കുന്നു. എന്ന അഭിപത്മഭവനാദഹമാഫമിദ്യ ലോകത്രയോപകരണോ യദനുഗ്രഹേണ തസ്മൈ നമസ്ത ഉദരസ്ഥഭവായ യോഗ നിദ്രാവസാന വികസൻ നളിനക്ഷണായാം ഈഡ്യാം യദനുഗ്രഹേണ എന്നാഭിപത്മഭവനാത് ലോകത്രയോപകരണ അഹം ആസം ഉദരസ്ഥഭവായ യോഗനിദ്രാവസാന വികസൻ നളിനക്ഷണായാം തസ്മൈ തേ നമഃ. എന്നാഭിപത്മഭവനാദഹമാഫമീഡ്യ ലോകത്രയോപകരണോ യദനുഗ്രഹേണ തസ്മൈ നമസ്ത ഉദരസ്ഥഭവായ യോഗ നിദ്രാവസാന വികസൻ നളിനക്ഷണായാം. എന്നാഭിപത്മഭവനാദഹമാഫമീഡ്യ ലോകത്രയോപകരണോ യദനുഗ്രഹേണ തസ്മൈ നമസ്ത ഉദരസ്ഥഭവായ യോഗ നിദ്രാവസാന വികസൻ നളിനക്ഷണായാം. ഓയം സമസ്ത ജഗദാം സുഹൃദേകാത്മാം തത്വേന യന്മൃഡയതേ ഭഗവാൻ ഭഗേന തേനൈവ മേ ദിശമനുസ്പൃഹതാദ്യഥാഹം പ്രക്ഷ്യാമി പൂർവവദിതം
പ്രണതപ്രിയോഫൗ പോയം അങ്ങനെയുള്ള അങ്ങ് സമസ്ത ജഗതാം സുഹൃത്ത്, എല്ലാ ലോകങ്ങളുടെയും സുഹൃത്താണ്. ശ്രേഷ്ഠമായ ഹൃദയത്തോടു കൂടിയ, എല്ലാവർക്കും ഹിതമായത് മാത്രം ചെയ്തു കൊടുക്കുന്ന ഹിതകാരിയാണ് അങ്ങ്. സുഹൃത് ഏകഃ ആത്മാ, ഒറ്റ ആത്മസ്വരൂപനാണ്, രണ്ടില്ലാത്തവനാണ്, അദ്വൈതനാണ്, ദ്വൈതഭാവമില്ലാത്തവനാണ്. എല്ലാ ജഗത്തിലുള്ള സമസ്ത പദാർത്ഥങ്ങളുടെയും സുഹൃത്താണ്, മിത്രമാണ്, ശത്രുവല്ല. അങ്ങനെ ഒരാളല്ല അങ്ങ്. അങ്ങനെ സമസ്ത ജഗതാം സുഹൃത് ഏക ആത്മാ സത്വേന, സത്വഗുണം കൊണ്ട്, യത് മൃഡയത്തെ ഭഗവാൻ ഭഗേന, യത് മൃഡയത്തെ, മൃഡയത്തെ എന്ന് വെച്ചാൽ ആനന്ദിപ്പിക്കുന്നു, സന്തോഷിപ്പിക്കുന്നു, സുഖിപ്പിക്കുന്നു. ദയത്തെ ഭഗവാൻ ഭഗേന, ഭഗം എന്ന് വെച്ചാൽ ഐശ്വര്യം, ഐശ്വര്യമാകുന്ന ഭഗം കൊണ്ട്, ഭഗവാനായ അങ്ങ് സത്വഗുണം കൊണ്ട് ലോകത്തിലുള്ള സമസ്ത ജീവജാലങ്ങളെയും സന്തോഷിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു. ലോകങ്ങൾക്ക് വേണ്ട ഹിതം മാത്രം ചെയ്യുന്നവനായ ആണ് ഭഗവാൻ. അദ്വൈതനാണ് ഭഗവാൻ. തൻ്റെ ഭഗം കൊണ്ട് ലോകത്തെ ആനന്ദിപ്പിക്കുന്നവനാണ്. ഭഗങ്ങൾ അനേകമുണ്ട്. 6 ഭഗങ്ങൾ ഉണ്ട് എന്ന് നാരായണീയം പറയും. ഐശ്വര്യസ്യ സമഗ്രഫ്യ, വീര്യസ്യ യശസ്ശ്രിയ, ജ്ഞാനവൈരാഗ്യോശ്ചൈവ ഷണ്ണാം ഭഗ ഇതി സ്മൃതാഃ. അതിന് മേൽപ്പത്തൊരു വ്യാഖ്യാന ശ്ലോകവും കൊടുത്തു. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം, വിശ്വതേജോഹരാണം തേജസംഹാരി വീര്യം, വിമരമപി യശോ നിസ്പൃഹശ്ചോപഗീതം, അംഗാഭംഗ ഫദാ ശ്രീ അഖിലവിദഫി, അംഗാഭംഗ ഫദാ ശ്രീ അഖിലവിദഫി. ഈ അഖിലവിത്ത് എന്ന് പറയുന്നതാണ് എല്ലാം അറിയുന്നതായ ജ്ഞാനം. ഭഗങ്ങളിൽ ഏറ്റവും പ്രധാനം ഈ ജ്ഞാനമാണ്, ബാക്കി 5 അല്ല. അപ്പൊ ജ്ഞാനസ്വരൂപനാണ് അങ്ങെന്ന് അങ്ങയുടെ ഭഗം കൊണ്ട്, ഇവിടെ ഏകവചനമാണ് ഉപയോഗിച്ചത്, ഭഗേര. അപ്പൊ ഈ 6 എടുക്കാൻ പറ്റത്തില്ല, അല്ലെ ഭഗൈഹി എന്ന് പറയണമായിരുന്നു. ഭഗം ഒന്നല്ലല്ലോ എന്ന് ചോദിച്ചാൽ 6ൽ ഒന്നാണ് പ്രധാനം. അതേതാണ്? ജ്ഞാനം. അപ്പൊ ഭഗേന, സത്വേന ഭഗേന, സത്വഗുണസ്വരൂപമായ ജ്ഞാനം കൊണ്ട്. ജ്ഞാനം 3 തരത്തിലുണ്ട്: സാത്വിക ജ്ഞാനം, രാജസജ്ഞാനം, താമസജ്ഞാനം. ഇവിടെ സാത്വികമായ ജ്ഞാനം കൊണ്ട് സകലരെയും, മനുഷ്യരെയും അങ്ങ് സന്തോഷിപ്പിക്കും. സാത്വികമായ ജ്ഞാനം കൊണ്ടേ ആനന്ദം ഉണ്ടാവുകയുള്ളൂ. ബാക്കിയൊക്കെ ഉണ്ടാകുന്ന സുഖം തൽക്കാലത്തേക്ക് മാത്രമേ ഉള്ളൂ, അത് പോകും. ആനന്ദം അതല്ല, അത് സാന്ദ്രാനന്ദമാണ്, ഒരിക്കലും നശിക്കാത്ത. അത് നൽകുന്നവനാണ് അങ്ങ്. തേന ഏവ, തേനൈവ, അതുകൊണ്ട് തന്നെ, മേ ദൃശം അനുസ്പൃശതാത് യഥാഹം, അതുകൊണ്ട് തന്നെ എൻ്റെ, മേ ദൃശം, എൻ്റെ കണ്ണിനെ, ഇവിടെ കണ്ണെന്ന് പറയുന്ന ബുദ്ധിയാണ്. കണ്ണിന് കണ്ണ്, മനമാകുന്ന കണ്ണ്, അതിന് കണ്ണാകുന്ന കണ്ണ് എന്നൊക്കെ എഴുത്തച്ഛൻ പാടിയതുപോലെ തന്നെയാണ് ഇവിടെ ഈ ദൃക്കിന് എന്താണ്? ജ്ഞാനം എന്നാണ് അർത്ഥം. മേ ദൃശം, എൻ്റെ ജ്ഞാനത്തെ, അനുസ്പൃശതാത്, അനുസ്പർശിക്കണം. ഏത് വിധത്തിലായാലാണോ മേ ദൃശം അനുസ്പൃശതാത് യഥാഹം, അനുസ്പൃശതാദ്യഥാഹം എന്ന് വായിക്കാം. അനുസ്പൃശതാത് യഥാ അഹം എന്ന് 3 വാക്കാണ്. കൂട്ടി വായിക്കുമ്പോൾ അനുസ്പൃശതാദ്യഥാഹം എന്നൊന്നിച്ച് വായിക്കണം.
ആദ്യം സ്പ്ലിറ്റ് ചെയ്ത് ചൊല്ലി പഠിക്കണം, എന്നിട്ട് ഒന്നിച്ചാക്കണം. അപ്പൊ തെറ്റുകയില്ല. തേനൈവ മേ ദിശം അനുസ്പൃശതാദ്യഥാഹം. അതുകൊണ്ട് തന്നെ എൻ്റെ ജ്ഞാനാത്മകമാകുന്ന കണ്ണിനെ അങ്ങൊന്ന് സ്പർശിക്കണം. നല്ല തുറക്കുള്ളൂ. ആരെങ്കിലും ദേഹത്തൊന്ന് തൊട്ടാൽ അപ്പം കണ്ണു തുറക്കുമല്ലോ. സ്പർശിച്ചെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? കണ്ണു തുറക്കുള്ളൂ. എൻ്റെ കണ്ണ് അടഞ്ഞിരിക്കുകയാണ്, എനിക്ക് ജ്ഞാനമില്ല. പക്ഷെ അങ്ങ് എന്നെ ഒന്ന് സ്പർശിച്ച് എൻ്റെ കണ്ണ് തുറപ്പിക്കണം. ഫ്രക്ഷ്യാമി, അപ്പം ഞാൻ സൃഷ്ടിച്ചോളാം. പൂർവവത് ഇതം, ഈ പ്രപഞ്ചം എങ്ങനെയാണോ നേരത്തെ ഉണ്ടായിരുന്നത് അതുപോലെ സൃഷ്ടിച്ചോളാം. എന്താ പ്രണതപ്രിയോഭവും, നമസ്കരിക്കുന്നവരിൽ പ്രിയത്തോടു കൂടിയവനാണ് അങ്ങ്. എല്ലാ ജഗത്തിനും സുഹൃത്താണങ്ങ്. എല്ലാവരെയും ആനന്ദിപ്പിക്കുന്നവനാണങ്ങ്. ഏകനാണങ്ങ്. ജ്ഞാനസ്വരൂപമായ സത്വഗുണം കൊണ്ട് ഏവരെയും സന്തോഷിപ്പിക്കുന്നവനാണങ്ങ്. അങ്ങനെയുള്ള അങ്ങ് ആ സത്വഗുണമായ ജ്ഞാനമെന്ന ആനന്ദം, എന്നിലുള്ള ആനന്ദത്തെ, ആ അറിവിനെ ഒന്ന് സ്പർശിച്ച് ഉണർത്തണം. ഞാൻ എങ്ങനെ ഉണരുമോ അപ്രകാരം, യഥാഹം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തോളാം? നേരത്തെ പോലെ തന്നെ സൃഷ്ടിച്ചോളാം. പണ്ട് ഞാനിങ്ങനെ ആയിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ എവിടേക്കാണ് സൃഷ്ടിച്ച വസ്തു ഇരിക്കുന്ന അറിയില്ല. പണ്ട് ഞാൻ വെച്ചതിനകത്തല്ല ഇതൊന്നും ഇപ്പൊ ഇരിക്കുന്നത്. ഇപ്പൊ എവിടെയാണ്? അങ്ങയുടെ ഉദരത്തിലാ. പർവ്വതങ്ങളൊക്കെ എവിടെയായിരുന്നു? സമുദ്രം എവിടെയാണ്? പുഴകൾ എവിടെയാണ്? പിന്നെന്താണ്? നഗരങ്ങൾ എവിടെയാണ്? എങ്ങനെ അറിയാൻ പറ്റും? എനിക്കൊരു നിശ്ചയമില്ല. പക്ഷെ അങ്ങയുടെ ജ്ഞാനാത്മകമായ കണ്ണുകൊണ്ട് എന്നെ ഒന്ന് തൊട്ടുണർത്തിയാൽ എനിക്കിതെല്ലാം കാണാൻ പറ്റും. അന്ന് എവിടൊക്കെയാണോ ഇരുന്നത്, ഹിമാലയം എവിടെ ഇരുന്നോ അവിടെ തന്നെ ഇപ്പോഴും വെച്ചേക്കാം, മാറ്റം വരുത്തില്ല. നദികളൊക്കെ എവിടെ ഇരുന്നോ അവിടെ തന്നെ വെച്ചേക്കാം, ഒരു മാറ്റവും വരില്ല. കാരണം ഇവരൊക്കെ ഇപ്പൊ അങ്ങയുടെ ഉദരത്തിൻ്റെ അകത്ത് സൂക്ഷ്മ സ്വരൂപത്തിലിരിക്കുക. അപ്പൊ സൃഷ്ടിക്കൂ എന്ന് എന്നോട് പറഞ്ഞാൽ ഞാൻ ഇതൊക്കെ എവിടെ കൊണ്ടുവെക്കുക? നേരത്തെ വെച്ച് തെറ്റിപ്പോയാലോ? അല്ലേ? സാധനങ്ങളൊക്കെ വെക്കുമ്പോൾ എന്ത് ചെയ്യേണ്ട? ഒരടുക്കുണ്ട്. എന്താണ്? കാപ്പിപ്പൊടി, പഞ്ചസാര, ഉപ്പ്, മുളക്, അരി എന്നിങ്ങനെ ഓരോന്നും ഓരോ അടുക്കനുസരിച്ച്. എന്തിനാണ് എടുക്കാനുള്ള സൗകര്യം? ഈ അടുക്ക് തെറ്റി നാല് വഴിക്ക് കിടന്നാലോ അടുക്കള മുഴുവൻ ഓടി നടക്കുക. എവിടെയാ ചോദിച്ചു. ഈ അവസ്ഥ എനിക്ക് ഉണ്ടാവാതിരിക്കാനും ബ്രഹ്മാവ് പ്രാർത്ഥിക്കുകയാണ്, എന്നെ ഒന്ന് സ്പർശിച്ചിട്ട് ഈ ജ്ഞാനം ഒന്ന് തെളിയിച്ചു തരൂ. ഞാൻ നേരത്തെ പറഞ്ഞത് പൂർവവത് ഇതം സൃക്ഷാമി, നേരത്തെ പോലെ തന്നെ ഇതിനെ മുഴുവൻ സൃഷ്ടിച്ചോളാം. സ്വയം സമസ്ത ജഗതം സുഹൃദേകാത്മാ സത്വേന യന്മൃഡയത്തെ ഭഗവൻ ഭഗേനം തേനൈവ മേ ദിശമനുസ്പൃശതദ്യഥാഹം സൃക്ഷാമി പൂർവവദിതം പ്രണതപ്രിയോ. സമസ്ത ജഗതാം സുഹൃത്ത് ആത്മാ ഏകഃ സഹ അയം സത്വേന ഭഗേന യത് മൃഡയത്തെ തേന ഏവ മേ ദൃശം അനുസ്പൃശതാത് യഥാഹം ഇദം പൂർവവത് സൃക്ഷ്യാമി അസോ പ്രണതപ്രിയഃ സ്വയം സമസ്തജഗതം സുഹൃദേകാത്മാം സത്വേന യന്മൃഡയത്തെ ഭഗവൻ ഭഗേന തേനൈവ മേ ദൃശമനുസ്പൃശതദ്യഥാഹം. സൂക്ഷിച്ച് വായിക്കണം. ദൃശം അനുസ്പൃശതാത് യഥാ അഹം. അതൊക്കെ ഒരു കോമയിട്ട് എളുപ്പമുണ്ട്. കൂട്ടി വായിക്കുമ്പം തേനൈവ മേ ദിശമനുസ്പൃശതദ്യഥാഹം പ്രക്ഷ്യാമി പൂർവവദിതം പ്രണതപ്രിയോഭൗ. സ്വയം സമസ്തജഗതം സുഹൃദേക ആത്മാം സത്വേന യന്മൃഡയത്തെ ഭഗവൻ ഭഗേന തേനൈവ മേ ദിശമനുസ്പൃശതദ്യഥാഹം പ്രക്ഷ്യാമി പൂർവവദിതം പ്രണതപ്രിയോഭൗ. ഏഷ പ്രപന്നവരദോ രമയാത്മശക്തിയാം
യദ്യത് കരിഷ്യതി ഗൃഹീതഗുണാവതാരം തസ്മിൻ സ്വവിക്രമവിദം സൃജതോപി ചേതോ യുഞ്ജീതകർമ്മശമലം ച യഥാ വിജഹ്യം. ഏഷഃ ഇവൻ പ്രപന്നവരദ, ആശ്രയിക്കുന്നവർക്ക് വരം കൊടുക്കുന്നവനാണ്. പ്രപന്നന്മാർക്ക് വരം ദാനം ചെയ്യുന്നവനാണ്. പ്രപന്നന്മാർ ആശ്രയിക്കുന്നവർ. ദുർഗാദേവിയും ശരണമഹം പ്രപദ്യേ, പ്രാപിക്കുന്നു എന്നർത്ഥം. അപ്പൊ പ്രപന്നന്മാർക്ക് വരം ദാനം ചെയ്യുന്നവനാണ്. രമയ ആത്മശക്തിയാണ്. തൻ്റെ ലക്ഷ്മി ദേവി എന്ന ശക്തിയോട് കൂടിയിട്ടാണ്. നോക്കൂ, ശിവശക്തിയായുക്തോ യതി ഭവതി ശക്തപ്രഭവിതും എന്ന് ശിവനെ കുറിച്ച് പറഞ്ഞപ്പോൾ അർത്ഥനാരീശ്വര സങ്കല്പത്തിലെ പകുതി ശക്തി സ്വരൂപിണിയായ ഭഗവതിയാണ്. അതില്ലെങ്കിൽ നഖലുകുശര സ്പന്ദിതുമി, ഒന്ന് അനങ്ങാൻ പോലും പറ്റില്ല എന്നവിടെ പറഞ്ഞു. ഇതാ ഇവിടെ അതിനെ പറയാം. ലക്ഷ്മി ദേവിയുടെ ശക്തി കൊണ്ട് മാത്രമാണ് എനിക്ക് ആശ്രയിക്കുന്നവർക്ക് വരം കൊടുക്കാൻ പറ്റും. ലക്ഷ്മി കൂടെ ഇല്ലെങ്കിലോ ഒന്നും കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താണ്? എന്നിലുള്ള ഐശ്വര്യങ്ങൾക്കെല്ലാം കാരണം ആരാണ്? ലക്ഷ്മിയാണ്. അതുകൊണ്ടാണ് ലക്ഷ്മിയെ വിട്ടുപിരിഞ്ഞു പോവാത്തത്. അപ്പൊ രമയ ആത്മശക്തിയാ യദ്യത് കരിഷ്യതി, യാതൊന്ന് ചെയ്യുന്നുവോ, ഗൃഹീത ഗുണാവതാര, ഗുണാവതാരങ്ങളെ സ്വീകരിച്ചവനായ അങ്ങ്. ഗൃഹീതം സ്വീകരിക്കപ്പെട്ട, ഗുണാവതാരം സ്വീകരിക്കപ്പെട്ട അനേകം ഗുണങ്ങളോട് കൂടിയ അവതാരങ്ങൾ. ദശാവതാരങ്ങളെ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദേവൻ, മനുഷ്യൻ, പക്ഷി, മൃഗങ്ങൾ എന്നിങ്ങനെ എത്രയോ രൂപഭേദങ്ങൾ ഉണ്ട്. അതിനെയൊക്കെ സ്വീകരിച്ചിട്ട് തസ്മിൻ, അതിലൊക്കെ സ്വവിക്രമമിതം സൃജതോപി ചേതോ, തസ്മിൻ അവകളിൽ സ്വവിക്രമം, തൻ്റേതായ വിക്രമം, ഭഗവാന്റേതായ പരാക്രമത്തോടു കൂടിയ ഇതം ലോകം, ഈ ലോകത്തെ സൃജതഃ അപി, സൃഷ്ടിക്കുന്നവനാണെങ്കിലും ചേതോ, ചേതസ് എൻ്റെ മനസ്സ്, കർമ്മകുശലം യുഞ്ജീത, കർമ്മദോഷത്തെ വ്യാപരിപ്പിക്കപ്പെട്ട കർമ്മദോഷത്തോടു കൂടിയതാണ് എൻ്റെ മനസ്സ്. യഥാ വിജഹ്യ, അതെങ്ങനെ ഉപേക്ഷിക്കുമോ അതുകൂടി ഒന്ന് പറഞ്ഞു തരണം. വിദഗ്ധമായ ഒരു വരമാണ് അവസാനം ചോദിച്ചേക്കുന്നത്. ആദ്യമൊക്കെ സ്തുതിച്ചു, പിന്നെ പറഞ്ഞു സൃഷ്ടിക്കാൻ അനുഗ്രഹിക്കണം, പിന്നെ പറഞ്ഞു ഞാൻ ചട്ടുകം പോലെ ഒരു ഉപകരണം മാത്രമേ ഉള്ളൂ, അങ്ങയുടെ ഉള്ളിൽ ഇതെല്ലാം ഉണ്ട്, അത് ഓരോന്ന് സ്പൂൺ കൊണ്ട് കോരിയെടുത്ത് പുറത്തേക്ക് വെച്ചാൽ മാത്രം മതി, ഇത്രയേ ഉള്ളൂ എൻ്റെ ജോലി. പക്ഷെ നേരത്തെ വെച്ചിരുന്ന പോലെ ഇതൊക്കെ വെക്കാനുള്ള ഒരു പ്രജ്ഞ, ഒരറിവ് അതെനിക്കന്ന് തൊട്ടുണർത്തി അതും കൂടെ തന്നാൽ ഞാൻ ഈ സ്പൂണിൽ കോരിയെടുക്കുന്നതൊക്കെ വേണ്ടിടത്തൊക്കെ വെച്ചോളാം. വേണ്ടിടത്തത് കൊണ്ടുവച്ചാലോ പറ്റില്ലല്ലോ. അങ്ങനെ ഒരു കഴിവ് എനിക്ക് വേണം. ഇനിയും അവസാനത്തെ ഒരു പ്രാർത്ഥന, അങ്ങയുടെ വിക്രമം കൊണ്ടാണ് ഞാൻ ഇതിനെയൊക്കെ സൃഷ്ടിക്കുന്നത്. ഈ സൃഷ്ടിക്കാനുള്ള ഒരു വിക്രമം, ഒരു വിശിഷ്ടമായ ക്രമം, അതാണ് വിക്രമം. ഒരടുക്ക്, അത് ഓരോ പദാർത്ഥങ്ങളിലുമുള്ള ഈ അടുക്ക് സൃജതോപി ചേതോ കർമ്മകുശലം യുഞ്ജീത, സൃഷ്ടിക്കുന്ന എൻ്റെ ചേതസ് ആ ഓരോ വസ്തുവിനെയും സൃഷ്ടിച്ചു കഴിയുമ്പോൾ അവരുടെ കർമ്മകുശലത്തിൽ അകപ്പെട്ടു പോവുകയാണ്. ഓരോന്നിനെ സൃഷ്ടിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ആ സൃഷ്ടികർമ്മത്തിൽ ഉണ്ടാകുന്ന ഒരു ദോഷം ഉണ്ടാവാം. ഓരോന്നും സൃഷ്ടിക്കുന്ന ഓരോ ഭാവനയുടെയാ. മനുഷ്യനെ, മൃഗങ്ങളെ, പലതരം മൃഗങ്ങളെ, സിംഹത്തെ സൃഷ്ടിക്കുന്ന ഭാവനയല്ല മാനിനെ സൃഷ്ടിക്കുക. പാമ്പിനെ സൃഷ്ടിക്കുന്ന ഭാവനയല്ല ഒരു ഒച്ചിനെ സൃഷ്ടിക്കാൻ. ഇതെന്ത് വേണം? വ്യത്യസ്തങ്ങളാണ്.
അപ്പോൾ ഓരോന്നിലും വിഭിന്നങ്ങളായ ഭാവനകൾ ചേരുമ്പോൾ സിംഹത്തെ സൃഷ്ടിച്ച എന്നിൽ ഒരു ക്രൂരമായ മനസ്സുണ്ടാകും. അപ്പൊ എൻ്റെ കർമ്മവാസനകൾ അതിനനുസരിച്ച് പോകും. ഞാൻ എന്തെന്ത് കർമ്മവാസനകളാണ് ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ടത്? നമ്മളൊക്കെ ഒന്നും ഒരു മുറിയും രണ്ടും കുട്ടികളെ സൃഷ്ടിച്ചിട്ട് അവരുടെ ഓരോ കർമ്മവാസനകൾ കണ്ടിട്ട് എന്തുമാത്രം വിഷമിക്കുന്നവരുണ്ട്. മാതാപിതാക്കളൊക്കെ ഇപ്പം അങ്ങനെയാണ്. കുട്ടികളെ കൊണ്ടാണ് വിഷമം മുഴുവൻ, ബാക്കി ഒന്നും സാരമില്ല. അവരുടെ കർമ്മകുശലത നമ്മളെ എന്ത് ചെയ്യാണ്? ബന്ധിപ്പിക്കുകയാണ്. അപ്പോൾ ബ്രഹ്മാവ് ചോദിച്ചു, ഈ സൃഷ്ടിക്കുന്ന വസ്തുക്കളിലൊക്കെ ഒന്നും രണ്ടും ഒക്കെ ഉള്ളൂ, ഞാനോ? ഞാൻ കോടിക്കണക്കിന് പദാർത്ഥങ്ങൾ സൃഷ്ടിച്ചിരിക്കല്ലേ. അതും എന്താണ്? വിഭിന്ന ഗുണസ്വഭാവങ്ങളാണ് ഇവർക്കെല്ലാം. ഇവിടെ നമ്മൾ സൃഷ്ടിച്ച വസ്തുക്കൾ ചിലപ്പം ഒന്നാവാം, വിഭിന്ന സ്വഭാവം. 4 മക്കളുണ്ടെങ്കിൽ 4 സ്വഭാവമാവാം. അങ്ങനെ വിചാരിച്ചിട്ടാണോ? അല്ല. അങ്ങനെയായി അതിൽ ഒരാൾ ആരാകാം? ക്രൂരനാകാം. നമ്മളെ ചീത്ത കളിക്കും, തല്ലും, അടിക്കും, എന്താണ്, കൊല്ലാൻ വരെ വരും. നോക്കൂ എൻ്റെ കർമ്മകുശലത. ഇത് ഒരാളുടെ കാര്യത്തിലാണ്. ഇങ്ങനെ കോടിക്കണക്കിന് ജീവജാലങ്ങൾ സൃഷ്ടിക്കുന്ന ഞാനെ കർമ്മശമലം യുഞ്ജീത, കർമ്മമാകുന്ന ദോഷത്തെ, ശമലം ദോഷം, യഥാ വിജഹ്യാം എങ്ങനെ ഉപേക്ഷിക്കുമോ, വിജഹ്യാം ഉപേക്ഷിക്കുക, യഥാ വിജഹ്യാം എങ്ങനെ ഉപേക്ഷിക്കുമോ അങ്ങനെ എൻ്റെ മനസ്സ് ആക്കിത്തരണമേ. ഞാൻ സൃഷ്ടിക്കുന്ന ഒരു വസ്തുവിനോടും എനിക്ക് ബന്ധനം ഉണ്ടാവരുത്. അവിടെയാണല്ലോ പ്രശ്നം. എന്ന് ഞാൻ സൃഷ്ടിച്ച ഓരോ വസ്തുവിനോടും മമതാബന്ധം കൊണ്ടാണ് നമുക്ക് അവരെ വിട്ടുപിരിയാൻ പറ്റാത്തത്. എൻ്റെ മകനാണ്, എൻ്റെ മകളാണെന്ന് ചിന്തിച്ചുറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് മാറാൻ പറ്റില്ല. മനുസ്മൃതി പറയും, 16 വയസ്സ് വരെ എൻ്റെ എന്ന് അഭിമാനിച്ചോളൂ, പിന്നെ നമ്മുടെ അല്ല. മകനുമല്ല, മകളുമല്ല, അവർ സ്വതന്ത്രരാണ്. പക്ഷെ 16 കഴിഞ്ഞ് 32 കഴിഞ്ഞാലും നമുക്കിപ്പോഴും അവരോട് വാത്സല്യം. എൻ്റെ മകൻ, എൻ്റെ മകൾ എൻ്റെ അല്ല, അതുവരെ എൻ്റെ എന്ന് പറയാൻ അവകാശമുള്ളൂ. മനുസ്മൃതി വളരെ ഭംഗിയാക്കും. പ്രാപ്തേ ഷോഡശ വർഷേതു പുത്രം മിത്രവദാചരേ. 16-ാമത്തെ വയസ്സിലേക്ക് എത്തിയാൽ മകനെ ഏതൊരു കൂട്ടുകാരനെ പോലെ കണ്ടോണം. അത്ര ഭംഗിയായിട്ട് പറഞ്ഞു. അല്ലെങ്കിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങൾ ഇപ്പോഴും നമ്മളൊക്കെ അനുഭവിച്ചിരിക്കണം. ബ്രഹ്മാവ് അന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചതാണ്. നമ്മളും ഓരോരുത്തരെ സൃഷ്ടിക്കുമ്പോൾ ഈ പ്രാർത്ഥന ഉള്ളിൽ വേണം. ജഗദീശ്വര, ഞാൻ സൃഷ്ടിക്കുന്ന ഒരു വസ്തുവിനോട് എനിക്ക് അമിതമായ ബന്ധനം ഉണ്ടാവരുത്. ആരെങ്കിലും ഇങ്ങനെ പ്രാർത്ഥിച്ച് സൃഷ്ടിക്കുമോ? ഒരിക്കലുമില്ല. ബ്രഹ്മാവ് കാണിച്ചു തന്നു. ആരെങ്കിലും സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സൃഷ്ടിക്കുന്ന ഒരു പദാർത്ഥത്തിനോട് എനിക്ക് ബന്ധനം ഉണ്ടാവരുത്. ബന്ധമായിക്കോട്ടെ, ബന്ധനം ഉണ്ടാവരുത്. ഈ ഒരു വരം കൂടി എനിക്ക് ആവശ്യമാണ്. എന്നാൽ ഞാൻ സൃഷ്ടിക്കാം. അല്ലെങ്കിൽ ഞാൻ സൃഷ്ടിച്ച ഈ ആയിരക്കണക്കിന് പശുക്കള്, ആയിരക്കണക്കിന് സിംഹങ്ങൾ എൻ്റെ 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 എന്ന് പറഞ്ഞാൽ എത്ര കോടി കുട്ടികളായിരിക്കുള്ളത്? ഓരോരുത്തരോടും എനിക്കൊരു മമതാബന്ധം കൂടെ വന്നു ചേർന്നാലോ എന്തായിരിക്കും കഥ? നമുക്കിപ്പോഴത്തെ വിഷമം നമുക്കറിയാം. ബ്രഹ്മാവ് ബുദ്ധിപൂർവ്വം ഭഗവാൻ പ്രാർത്ഥിച്ചു, യഥാ കർമ്മശമരം വിജഹ്യ. എങ്ങനെയാണോ കർമ്മശമരത്തെ ഞാൻ ഉപേക്ഷിക്കുന്നത്, അതേപോലെ എൻ്റെ ചേതസിനെ ആക്കി തീർക്കണമേ എന്നൊരു പ്രാർത്ഥന. ഏഷ പ്രപന്നവരദോ രമയാത്മശക്തിയാം യദ്യത് ഗൃഹീത ഗുണ അവതാര തസ്മിൻ സ്വവിക്രമയിദം സൃജതോ വിജയതോ വിഞ്ജീത കർമ്മശമരം യഥാ വിജഹ്യം. ആത്മശക്തിയായ രമയാം ഗൃഹീത ഗുണാവതാര പ്രപന്നവരദ ഏഷഃ യത് കരിഷ്യതി തസ്മിൻ സ്വവിക്രമം ഇദം സൃജതഃ മേ ചേതഃ യുഞ്ജീത.
യഥാ കർമ്മസമരം വിജഹ്യാം. ഏഷ പ്രപന്നവരദോ രമയാത്മശക്തിയാം യദ്യത്കരിഷ്യതി ഗൃഹീതഗുണാവതാരം തസ്മിൻ സ്വവിക്രമമിദം സൃജതോപി ചേതോ യുഞ്ജീതകർമ്മസമരം യഥാ വിജഹ്യം. ഏഷ പ്രപന്നവരദോ രമയാത്മശക്തിയാം യദ്യത്കരിഷ്യതി ഗൃഹീതഗുണാവതാരം തസ്മിൻ സ്വവിക്രമമിദം സൃജതോപി ചേതോ യുഞ്ജീതകർമ്മസമരം യഥാ വിജഹ്യം. നാഭിഹൃദാദിഹ ഫതോംഭവ്യഫ്യംഫോം വിജ്ഞാനശക്തിരഹമാഫനം അഹമാഫമനന്തശക്തേഃ രൂപം വിചിത്രമിദമഫ്യ വിവർണ്ണതോ മേ മാരീരീഷ്ട നിഗമഫ്യ ഗിരം വിസർഗ. നാഭിഹൃദാത്, നാഭിയാകുന്ന കയത്തിൽ നിന്നും, ഹൃദം എന്താ കുളമെന്നോ തടാകമെന്നോ കയമെന്നോ ഒക്കെ പറയാം. നാഭിഹൃദാത് ഇഹ ഇവിടെ ഫതോ അംഭഫി, ഫതഹ അംഭഫി ശയിക്കുന്ന വെള്ളത്തിൽ. ഇവിടെ ഫതഹ എന്ന് വെച്ചാൽ ഉണ്ടായിരിക്കുന്ന എന്നുള്ള അർത്ഥത്തിലാണ്, ഫൻ എന്നുള്ള അർത്ഥത്തിലാണ്. അംഭഫി വെള്ളത്തിൽ, ഫതോംഭഫി കിടക്കുന്ന ശയിക്കുന്ന വെള്ളത്തിൽ. യഫ്യ പുംസഹ യാതൊരു പുരുഷന്റെ നാഭിയാകുന്ന വെള്ളത്തിൽ ശയിക്കുന്നവനായ വിജ്ഞാനശക്തി അഹം ആഫം അനന്തശക്തേഹി, അനന്തമായ ശക്തിയോട് കൂടിയവനായ യാതൊരു പരമാത്മ പുരുഷന്റെ നാഭിയാകുന്ന താമരയിൽ നിന്നുമാണോ വിജ്ഞാനശക്തിയോടുകൂടിയ ഞാൻ ഉണ്ടായത്. വിജ്ഞാനശക്തി അഹം ആഫം അനന്തശക്തേഹി, അഹം ആഫം ഞാൻ ഉണ്ടായി. വിജ്ഞാനശക്തി അഹം ആഫം, വിജ്ഞാനശക്തി ഉള്ളവനായി ഞാൻ ഉണ്ടായി. അനന്തശക്തിയായ നാഭിഹൃദത്തിൽ നിന്നും വെള്ളത്തിൽ കിടക്കുന്ന ഭഗവാന്റെ നാഭിപത്മത്തിൽ നിന്നും ഉണ്ടായ ഞാൻ വിജ്ഞാനശക്തിയോട് കൂടിയവനായി തീർന്നിട്ട് രൂപം വിചിത്രമിതമഫ്യവർണ്ണതോമേ. അഫ്യ ഇവന്റെ വിചിത്രം ഇതം രൂപം, വിചിത്രമായ ഈ സ്വരൂപത്തെ വിവർണ്ണതഃ മേ വിസ്തരിക്കുന്ന എനിക്ക് നിഗമഫ്യ ഗിരാം വിസർഗ, വേദവാക്കിന്റെ ഉച്ചാരണം. നിഗമഫ്യ ഗിരാം, നിഗമം വേദം, ഗിര വാക്ക്, നിഗമഫ്യ ഗിരാം വേദവാക്കുകളുടെ വിസർഗ ഉച്ചാരണം. മാ രീരീഷ്ട മറക്കാതിരിക്കണം. രീരീഷ്ട നമുക്ക് ആർക്കും പരിചിതമായ ഒരു വാക്കല്ല. ഭാഗവതം വായിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വായിച്ചു നിർത്തി അത് പോകും, അത്രേ ഉള്ളൂ. അത് രീരീഷ്ട, രീക്ക് ദീർഘമുണ്ട്, രണ്ടാമത്തെ രീക്ക് ദീർഘമില്ല, മൂന്നാമത്തെ ഷീക്ക് ദീർഘമുണ്ട്, ഇഷ്ട എന്ന് വരും. ചുരുമ്പോൾ രീരീഷ്ട, മറക്കാതിരിക്കുക. അത് രീരീഷ്ട മറക്കുക, മാ രീരീഷ്ട മറക്കാതിരിക്കുക. അപ്പൊ യാതൊരു ഭഗവാന്റെ സൃഷ്ടികർമ്മത്തിൽ പ്രവർത്തിക്കുന്ന തനിക്ക് വേദവിസ്മൃതി ഉണ്ടാവരുത് എന്ന് പ്രാർത്ഥിക്കാം. വേദം ഞാൻ ഒരിക്കലും മറക്കരുത്. അനന്തശക്തിയായ ഭഗവാനിൽ നിന്നും എന്നിലേക്ക് സംക്രമിച്ചു വരുന്ന വേദമാണ് എന്നെ 4 മുഖത്തിൽ കൂടി 4 വേദമായി പരിണമിക്കുന്നത്. അപ്പൊ ഈ വേദത്തെ മറക്കാൻ എനിക്ക് ഒരിക്കലും ഇടയാവരുത് എന്ന് ബ്രഹ്മാവ് പ്രാർത്ഥിച്ചു. നമുക്കാർക്കും ആ പ്രാർത്ഥനയില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും മറക്കാം. കാരണം എന്താണ്, ഇതൊന്നും മറന്നുകൊണ്ട് വലിയ ദോഷമൊന്നുമില്ല. ബാക്കിയൊന്നും മറക്കാൻ പറ്റില്ല.
അതിങ്ങനെ ഓർമ്മിച്ച് സൂക്ഷിച്ച് ഡയറിയിൽ എഴുതിയിട്ട് ഒക്കെ നോക്കിയിരിക്കും. ഡേറ്റും കാലവും സമയവും ഒക്കെ കൃത്യമായിട്ട് അറിയാം. വേദമോ അത് സാരമില്ല, അത് പൊക്കോട്ടെ. ഇവിടെ ബ്രഹ്മാവ് പറയുന്നത് എന്താണ്? ഈ വേദവിസ്മൃതി എനിക്കുണ്ടാവാതിരിക്കണമേ എന്ന്. നിഗമസ്യ ഗിരാം വിസർഗ മാ രീതിരിഷ്ട. എന്താ കാരണം? അങ്ങ് അനന്തശക്തിയാണ് ഭഗവാൻ. ആ അങ്ങനെയുള്ള ഭഗവാന്റെ നാഭിയാകുന്ന താമരയിൽ ജനിച്ചവനാണ് ഞാൻ. അങ്ങയുടെ വിജ്ഞാനശക്തിയുടെ സ്വരൂപമായ അങ്ങയുടെ ഉള്ളിന് അഭിമാനമായിരിക്കുന്ന ഈ ഞാൻ അങ്ങ് ദേവമനുഷ്യ തിര്യക്കാദികളായ പല രൂപങ്ങൾ പ്രകാശിപ്പിക്കുന്ന വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കൊണ്ട് എനിക്ക് വേദത്തിൽ വിസ്മൃതി ഉണ്ടാവാറില്ല. അപ്പൊ ഇവിടെ സൃഷ്ടിക്ക് കാരണം ഭഗവാൻ തന്നെയാണ്, താനല്ല ബ്രഹ്മ ഉറപ്പിക്കാം. അങ്ങനെ ഭഗവാന്റെ ഇച്ഛ കൊണ്ട് സൃഷ്ടിക്കുന്ന എനിക്ക് ഭഗവാന്റെ തന്നെ സ്വരൂപമായ വേദവിസ്മൃതി ഉണ്ടാവാതിരിക്കണം. കാരണം അനന്തശക്തിയുള്ള ഭഗവാന്റെ നാഭിപങ്കജത്തിങ്കിൽ നിന്നും അനന്തശക്തേഹി നാഭിഹൃദാത് ഇഹ അഹമാസം ഞാനുണ്ടായി. ആ വിജ്ഞാനശക്തി കൊണ്ട് വിചിത്രമായ ഈ രൂപത്തെ ഞാൻ വിവരിച്ചുകൊണ്ട് വേദത്തിൻ്റെ വാക്കിനെ മറക്കാതിരിക്കണമേ എന്ന് ഒരു മനോഹരമായ പ്രാർത്ഥനയാണ്. നാഭിഹൃദാദിഹ പതോംഭഫ്യസ്യ പുംസോ വിജ്ഞാനശക്തിരഹമാഫമനന്തശക്തേ രൂപം വിചിത്രമിതമസ്യ വിവർണതോ മേ മാരീരീഷ്ടനിഗമസ്യ ഗിരാം വിസർഗ അംഭഫീഫതഃ അനന്തശക്തേഃ യസ്യ പുംസഃ നാഭിഹൃദാത് വിജ്ഞാനശക്തിഃ അഹം ആസം അസ്യ വിചിത്രം ഇദം രൂപം വിവർണതഃ മേ നിഗമസ്യ ഗിരാം വിസർഗഃ മാ രീരീഷ്ട നാഭിഹൃദാദിഹ പദോംഭവ്യസ്യ പുംസോ വിജ്ഞാനശക്തിരഹമാഫമനന്തശക്തേഃ വിജ്ഞാനശക്തിഃ അഹം ആസം അനന്തശക്തേഃ. 4 വാക്കുകളാണ്. വിജ്ഞാനശക്തിരഹമാഫമനന്തശക്തേഃ രൂപം വിചിത്രമിതമസ്യ വിവർണതോ മേ മാരീരീഷ്ടനിഗമസ്യ ഗിരാം വിസർഗ നാഭിഹൃദാദിഹ പദോംഭവ്യസ്യ പുംസോ വിജ്ഞാനശക്തിരഹമാഫമനന്തശക്തേഃ രൂപം വിചിത്രമിതമസ്യ വിവർണതോ മേ മാരീരീഷ്ടനിഗമസ്യ ഗിരാം വിസർഗ. ഓഫാവദഭ്രകരുണോ ഭഗവൻ വിവൃദ്ധ പ്രേമസ്മിതേന നയനാംബുരുഹം വിജൃംഭൻ ബുദ്ധായ വിശ്വവിജയായ ച നോ വിഷാദം അധ്യാഗിര അവനയതാത് പുരുഷപുരാണം. ഫോ അഫൗ ഫോഫൗ അദഭ്രകരുണ ഫോഫാവദഭ്രകരുണോ ഫോ അഫൗ അദഭ്രകരുണ. അഫൗ ഇവൻ, ഫഹ അഫൗ ആ ഇവൻ, ആ ഭഗവാൻ അദഭ്രകരുണനാണ്, അനന്തമായ കാരുണ്യമുള്ളവനാണ്. അദഭ്രം വലുത്, അനന്തമായ കാരുണ്യമുള്ളവനാണ്. അങ്ങനെയുള്ള ഭഗവാൻ വിവൃദ്ധ പ്രേമസ്മിതേന വർദ്ധിച്ചു വരുന്ന പ്രേമത്തിൻ്റെ പുഞ്ചിരി കൊണ്ട്, വിവൃദ്ധ പ്രേമസ്മിതേന വിവൃദ്ധം വർദ്ധിച്ചു വരുന്ന
സ്നേഹത്തിൻ്റെ പുഞ്ചിരി കൊണ്ട് നയനാംബുരുഹം വിജൃംഭൻ, മുഖമാകുന്ന താമര അങ്ങനെ വിടർന്നു വരുന്നു. ഭഗവാൻ എന്ന് പുഞ്ചിരിച്ചാൽ മുഖമാകുന്ന താമര ഇങ്ങനെ വിടർന്നു വരും. വിജൃംഭൻ. എന്നിട്ടോ ഉദ്ധായ, എഴുന്നേറ്റിട്ട് വിശ്വവിജയായ ചനോ, വിശ്വത്തിൻ്റെ വിജയത്തിനായിക്കൊണ്ട് നഹ, ഞങ്ങളുടെ വിഷാദത്തെ മാധുര്യാഗിരാം, മധുരമായ ശബ്ദം കൊണ്ട്, മാധുര്യാഗിര, മധുരമാർന്ന ഗീരുകൊണ്ട്, അപനയതാത്, മാറ്റട്ടെ, പുരാണനായി പുരുഷൻ. ഞങ്ങളുടെ വിഷാദത്തെ മധുരതരമായ വാക്കുകൊണ്ട് മാറ്റട്ടെ. നോ വിഷാദം മാധ്വ്യാഗിര അപനയതാത്. നോ, ഞങ്ങളുടെ വിഷാദം, ദുഃഖത്തെ, മാധ്വ്യ, തേൻ പോലെയുള്ള, മധു പോലെയുള്ള, മധുവിനെ സംബന്ധിക്കുന്നതാണ് മാധ്വി. എൻ്റെ തൃതീയ മാധ്വ്യ, ഗിര വാക്കുകൊണ്ട്, തേനൂറുന്ന വാക്കുകൊണ്ട്, അപനയതാ മാറ്റട്ടെ. എന്തിനെ മാറ്റണം? വിഷാദം. എന്താണ് ഇവിടെ ഞങ്ങളുടെ വിഷാദത്തിന് കാരണം? അധപ്രകരുണനായ ഭഗവാൻ വളർന്നു വരുന്ന സ്നേഹത്തിൻ്റെ പുഞ്ചിരിയോട് കൂടിയ ആ താമരക്കണ്ണുകളെ വികസിപ്പിച്ചുകൊണ്ട് വിശ്വവിജയത്തിനായിട്ട് എഴുന്നേറ്റിരിക്കുകയാണ്. ഇപ്പൊ പാമ്പ് കിടക്കയിൽ ഭഗവാൻ എഴുന്നേറ്റിരിക്കുകയാണ്, കിടക്കല്ല, അത് കഴിഞ്ഞു. ഇങ്ങനെ എഴുന്നേറ്റിരിക്കുന്നത് ഞങ്ങളുടെ വിഷാദത്തെ മാറ്റാൻ നല്ല വാക്ക് പറയാൻ വേണ്ടി. കിടന്നത് സംസാരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യണം? ദേവന്മാരും ബ്രഹ്മാവും മുമ്പിൽ വന്നപ്പോൾ എഴുന്നേറ്റ് നിന്ന് അവരുടെ സംഭാഷണം ആരംഭിച്ചു. ഫോഫാവതപ്രകരുണോ ഭഗവൻ വിവൃദ്ധ പ്രേമസ്പിതേന നയനാംബുരുഹം വിജൃംഭൻ ഉദ്ധായ വിശ്വവിജയായ ചനോ വിഷാദം മാധ്വാഗിരാപനയതാത് പുരുഷപുരാണം. അധപ്രകരുണ പുരാണപുരുഷ ബഹാഫൗ ഭഗവാൻ ഉദ്ധായ വിവൃദ്ധപ്രേമസ്മിതേന നയനാംബുരുഹം വിജൃംഭൻ വിശ്വവിജയായ നഹ വിഷാദം മാധ്വ്യഗിര അപനയതാത്. അധ ഫോഫാവധപ്രകരണ, അവിടെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഫോ അഫൗ അധപ്രകരണ കൂടി ചെയ്യുമ്പോൾ ഫോഫാവധപ്രകരുണവും ഭഗവാൻ വിവൃദ്ധ പ്രേമസ്പൃതേന നയനാംബുരുഹം വിജൃംഭൻ ഉദ്ധായ വിശ്വവിജയായ ചനോ വിഷാദം മാധ്വാഗിരാപനയതാത് പുരുഷപുരാണം. ഫോഫാവധപ്രകരുണോ ഭഗവൻ വിവൃദ്ധ പ്രേമസ്മിതേന നയനാംബുരുഹം വിജൃംഭൻ ഉദ്ധായ വിശ്വവിജയായ ചനോ വിഷാദം മാധ്വാഗിരാപനയതാത് പുരുഷപുരാണം. ഫോഫാവധപ്രകരുണോ ഭഗവാൻ വിവൃദ്ധ പ്രേമസ്മിതേന നയനാംബുരുഹം വിജൃംഭൻ ഉദ്ധായ വിശ്വവിജയായ ചനോ വിഷാദം മാധ്വാഗിരാപനയതാത് പുരുഷപുരാണം. ഇത്രയും 25 പദ്യം കൊണ്ടാണ് ബ്രഹ്മാവ് ഭഗവാനെ സ്തുതിച്ചു. ആദ്യം അദ്വൈത വേദാന്തത്തിൻ്റെ പരമാത്മ ചൈതന്യ ഭാവത്തെ ഒക്കെ ഇവിടേക്ക് ആവിഷ്കരിച്ചു. എന്നിട്ട് പതുക്കെ പതുക്കെ അത് ഭഗവാന്റെ ഗുണഗണങ്ങൾ വർണ്ണിക്കുന്ന സ്തുതിയായി. പിന്നൊടുവിൽ ആവരാദികളായി. നമ്മളിങ്ങനെയാണ്, ഭഗവാനെ കണ്ടാൽ ആദ്യം ഒരു ശ്ലോകം ചൊല്ലി സ്തുതിക്കും. അത് കഴിയുമ്പം രണ്ടാമത് ഭഗവാന്റെ ഗുണഗണങ്ങളെ വർണ്ണിക്കും.
മൂന്നാമത് നമ്മുടെ ആവരാദികൾ പറയും. ഇന്ന ഇന്ന ആവശ്യങ്ങൾ സാധിച്ചു തരണം. ഇങ്ങനെ 3 ഘടകങ്ങളാണ് സ്തുതിക്കുള്ളത്. ബ്രഹ്മാവ് അങ്ങനെ തന്നെ അന്നേ കാണിച്ചു. നമ്മൾ ഇന്ന് അങ്ങനെ ചെയ്യുക. ഏറ്റവും ഒടുവിൽ നിന്റെ ഇഷ്ടമില്ലാമായി ഇനി ഇന്ന കാര്യങ്ങളൊക്കെ എനിക്ക് സാധിച്ചു തന്നെയാണ്. അതുപോലെയാണ് ഇവിടെ 25 ശ്ലോകത്തിൽ കൂടി 3 വിധത്തിലുള്ള സ്തുതിയുടെ മാഹാത്മ്യത്തെ നന്നായി പ്രകീർത്തിച്ചുകൊണ്ട് ആ സ്തുതിയോടെ ഉപസംഹരിക്കുകയാണ്. ഇനി മൈത്രേയൻ കയറി പറഞ്ഞ് കഥയുടെ അടുത്ത 3 ശ്ലോകത്തിൽ കൂടി ഭഗവാൻ ഇതിന് മറുപടി പറയാൻ ആരംഭിക്കാം. 4-ാമത്തെ ശ്ലോകത്തിൽ ശ്രീ ഭഗവാൻ വാച എന്ന് പറഞ്ഞ മറുപടിയാണ്. ഈ സ്തുതിച്ച ആവരാദികളുടെയും ആവശ്യങ്ങളുടെയും വിഷമത്തിൻ്റെയും സങ്കടത്തിൻ്റെയും ഒക്കെ മറുപടിയാണ് അടുത്ത ശ്ലോകം മുതൽ. നമുക്ക് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കാം. സംശയമുള്ളവർക്ക് ചോദിക്കാം. ക്ലാസ് ഉപസംഹരിച്ചതിന് ശേഷം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.